വെള്ളക്കടല വെച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. ഈ കറി ചപ്പാത്തി, പൂരി, അപ്പം, ഇടിയപ്പം, പുട്ട് ഇതിൻ്റെയൊക്കെ കൂടെ ഒരു സൂപ്പർ കോമ്പിനേഷനാണ്. ഇതുപോലെ തയ്യാറാക്കി നോക്കാത്തവർ ഒരു പ്രാവശ്യമെങ്കിലും തയ്യാറാക്കി നോക്കണം കേട്ടോ. ആദ്യം തന്നെ കടല വേവിച്ചെടുക്കണം. ഇത് തലേദിവസം രാത്രി വെള്ളത്തിലിട്ട് കുതിർത്ത കടലയാണ്. 1 കപ്പ് കടലയാണ് വെള്ളത്തിൽ കുതിർക്കാനിട്ടത്. ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഉപ്പും കടല മുങ്ങിക്കിടക്കാൻ പാകത്തിൽ വെള്ളവും ഒഴിച്ച് കുക്കർ അടച്ച് കടല വെന്തു വരുന്നതുവരെ വേവിക്കണം. എനിക്ക് മീഡിയം ഫ്ലെയിമിൽ 4 വിസിൽ കൊണ്ട് കടല വെന്തിട്ടുണ്ട്. ഓരോരുത്തരുടെയും കുക്കർ അനുസരിച്ച് കടല വേവാനെടുക്കുന്ന സമയത്തിൽ വ്യത്യാസം ഉണ്ടാകും. കടല വെന്തു വരുന്ന സമയം കൊണ്ട് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. ഒരു കടായി ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഒരു ചെറിയ കഷ്ണം പട്ടയും 3 ഗ്രാമ്പൂ, 1 ഏലക്കായ ഇതെല്ലാം കടായിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ 1 ടീസ്പൂൺ പെരിഞ്ജീരകവും 1/2 ടീസ്പൂൺ നല്ല ജീരകവും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കണം. നല്ല ജീരകം ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. ഇത് ഈ കറിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി 12 അല്ലി വെളുത്തുള്ളിയും ചെറിയ പീസ് ഇഞ്ചിയും ചതച്ചെടുത്ത് കടായിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ അല്ലി ആയതുകൊണ്ടാണ് 12 അല്ലി, വലുതാണെങ്കിൽ ഇതിന്റെ പകുതി മതി. 1 മിനിറ്റ് വഴറ്റിയതിനു ശേഷം മീഡിയം സൈസിലുള്ള 1 സവാളയും 1 സവാളയുടെ പകുതി, അതായത് 1.5 സവാള കനം കുറച്ചരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കണം. വഴണ്ടു വരുമ്പോൾ 1 തക്കാളി അരിഞ്ഞതും കുറച്ച് അണ്ടിപ്പരിപ്പ്, 9-10 അണ്ടിപ്പരിപ്പ് എടുക്കാം. 15 മിനിറ്റ് വെള്ളത്തിലിട്ട് കുതിർത്തതാണ് ഈ അണ്ടിപ്പരിപ്പ്. ഇത് കടായിലേക്ക് ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ഇല്ലെങ്കിലും ഈ കറി തയ്യാറാക്കാട്ടോ. അണ്ടിപ്പരിപ്പ് ചേർത്താൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കറിക്ക്. ഇനി ഇതൊന്ന് മൂടി വെച്ച് തക്കാളി വെന്തുടഞ്ഞു വരുന്നതുവരെ വേവിക്കണം. ഇപ്പോൾ തക്കാളി വെന്തുടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ പിരിയമുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല അല്ലെങ്കിൽ മീറ്റ് മസാല, 2 നുള്ള് മഞ്ഞൾപ്പൊടി. കടല നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്താണ് വേവിച്ചത്, അതുകൊണ്ട് കുറച്ച് ചേർത്താൽ മതി. ഇനി പൊടികളുടെ പച്ചമണം മാറിയാൽ സ്റ്റവ് ഓഫ് ചെയ്ത് വേറൊരു പാത്രത്തിലേക്ക് തണുക്കാൻ വേണ്ടി മാറ്റിവെക്കാം. ഇപ്പോൾ നന്നായി തണുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. ഇതുപോലെ നന്നായിട്ട് അരച്ചെടുക്കണം. ഇനി ഒരു കടായി ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ച് 1 സവാളയുടെ പകുതി പൊടി പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാള ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ നേരത്തെ തയ്യാറാക്കി വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം മിക്സിയുടെ ജാറിൽ ഒഴിച്ച് ആ മസാല മുഴുവൻ കഴുകി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി ഈ അരപ്പ് മൂടി വെച്ച് എണ്ണ തെളിയുന്നതുവരെ വേവിക്കണം. അരപ്പ് കുറുകി വരുമ്പോൾ ഇതുപോലെ പുറത്തേക്ക് തെറിച്ച് വരും. അപ്പോൾ നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കടല ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറവായതുകൊണ്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3 പച്ചമുളക് നടുകീറി കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് മൂടി വെച്ച് കറി തിളപ്പിക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ കടലയിലേക്ക് എരിവും മസാലയും ഒക്കെ നന്നായിട്ട് പിടിക്കും. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കറി കുറച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി 1/2 കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഒന്ന് ആവി വരുമ്പോൾ 1 പിടി മല്ലിയില കൂടി ചേർത്ത് സ്റ്റവ് ഓഫ് ചെയ്യാം. വെള്ളക്കടലക്കറി തയ്യാറായിട്ടുണ്ട്. എല്ലാവരും തയ്യാറാക്കി നോക്കി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യണം. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്